എന്തായാലും ഇത് കള്ളാടി തുരങ്കപാത മണ്ണിടിച്ചിൽ എന്നാണ് ഇതിനെ പറയുന്നത്. കള്ളാടി പ്രദേശത്താണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ശേഖർ കുര്യാക്കോസിനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മറ്റ് വ്യാപ്തിയെ സംബന്ധിച്ചുമൊക്കെ കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് എത്തേണ്ടി വരും. അതിനുള്ള ശ്രമങ്ങളിലാണ്. സൈത, ഇപ്പോൾ 2 മന്ത്രിമാർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏകോപനം അതിവേഗം വേണ്ടിവരും. പക്ഷേ നമുക്ക് ഇത്തരമൊരു ദുരന്തമായതുകൊണ്ട് അതിൻ്റെ വ്യാപ്തിയും മറ്റും അറിയാൻ സമയമെടുക്കും അല്ലേ? തീർച്ചയായിട്ടും ഈ അപകടത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവാത്തതിന് കാരണം എത്ര പേർ അപകടത്തിൽ കുടുങ്ങി എന്നതാണ്. മണ്ണ് നേരത്തെ എടുത്തിട്ടിരുന്ന മണ്ണ് ഇടിഞ്ഞു വീണതാണ്, ശരി തന്നെയാണ്. പക്ഷേ അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നവർ മറ്റ് പ്രദേശവാസികൾ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഈ പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചൽ സാധ്യതാ മുന്നറിയിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത കാട്ടൽ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഇപ്പോൾ ദുരന്ത നിവാരണ ഓഫീസിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ, പ്രദേശത്തിൻ്റെ സാഹചര്യങ്ങൾ, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ മുഖ്യമന്ത്രിക്ക് അവർ വിശദീകരിച്ചു കൊടുക്കുകയും മുഖ്യമന്ത്രി അത് നേരിട്ട് കാണുകയും കൂടി ചെയ്യുകയാണ്. എന്തായാലും 2 മന്ത്രിമാർ അവിടെ എത്തുന്നു എന്നതിന് പുറമെ കൂടുതൽ ആളുകൾ എത്തും. മുഖ്യമന്ത്രി തന്നെ അവിടെ എത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് നൽകുന്ന ചില സൂചനകൾ കൂടി. അദ്ദേഹം എപ്പോഴേക്ക് തിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വയനാട്ടിലെ ഈ പ്രദേശത്തെ ഇനി അങ്ങോട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ പോലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്ന അവസ്ഥ കൂടിയുണ്ട്. ആ തരത്തിലുള്ള ഒരു ജാഗ്രതപ്പെടുത്തൽ കൂടി ഇതിൽ വേണ്ടിവരും. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള NDRF സംഘം കൂടി അവിടേക്ക് തിരിക്കുകയാണ്. ഒരു സംഘം ഓൾറെഡി അവിടേക്ക് തിരിച്ചു കഴിഞ്ഞു, അടുത്ത സംഘം കൂടി തിരിക്കുകയാണ്. അങ്ങനെ അതുകൂടെ ഉണ്ടായതിനു ശേഷം ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ അല്പം കൂടി ഊർജിതപ്പെടുമെന്ന് കരുതാം. കാരണം മണ്ണ് മാറ്റാൻ യന്ത്രങ്ങൾ അവിടെ എത്തിക്കുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ മണ്ണ് മാറ്റി തുടങ്ങിയിട്ടില്ലെന്ന് കൂടിയാണ് മനസ്സിലാകുന്നത്. മണ്ണ് മാറ്റിയാൽ മാത്രമേ അപകടത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് ആ ശ്രമങ്ങൾക്കും ആ പരിശ്രമങ്ങൾക്കും കൂടിയാണ് ഇപ്പോൾ നീക്കം നടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കുടുങ്ങിയത് എത്ര പേരെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അനൗദ്യോഗികമായ ചില കണക്കുകൾ, പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നതാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ചിത്രം. പക്ഷേ അതല്ല, ഒരു ഔദ്യോഗികമായ ചിത്രം വരേണ്ടതുണ്ട്. അത് പലരും പല നമ്പറുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ആ കണക്ക് ഔദ്യോഗികമല്ല, അതിൽ സ്ഥിരീകരണം ഉണ്ടാവണം. ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് 6 പേരെയാണ്. അവരുടെ പേര് വിവരങ്ങളടക്കം നേരത്തെ മന്ത്രിയടക്കം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.